ഭഗവതിയെ തുണയരുളൂ. ശ്രീ പാർവതി വരമരുളൂ. ചെമ്പട്ടും കുങ്കുമാവും പൊൻകരിമ്പും പൊരിമലരും അമ്പിളിക്കലയും നീരും തിരുജടയിലണിയുന്ന തമ്പുരാന്റെ പാദമേയ ഭഗവതിയെ തുണയരുളൂ. പത്ത് പൂവും ചൂടിയമ്മ, പത്ത് പൂവും ചൂടിയമ്മ, ചൂന്ന പട്ടുമുടുത്തമ്മ, നൃത്തമാടും ഭഗവാന്റെ പാതിമേയായി മാറിയമ്മ. അമ്പിളിക്കലയും നീരും തിരുജടയിലണിയുന്ന തമ്പുരാന്റെ പാദമേയ ഭഗവതിയെ തുണയരുളൂ. ഭഗവതിയെ തുണയരുളൂ. ശ്രീ പാർവതി വരമരുളൂ. ഭഗവതിയെ തുണയരുളൂ. ശ്രീ പാർവതി വരമരുളൂ. കീർത്തി എന്ത് ചേച്ചി? സൂപ്പർ, താങ്ക് യു. അടിപൊളി. അപ്പൊ എന്തായാലും കറക്റ്റ് ക്ലിക്കില് വീണു. ഓർക്കസ്ട്രയുടെ കയറി നമുക്ക് ചോദിച്ചു നോക്കാം ബാക്കി പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. MG സർ. കീർത്തി എന്തോ സർ? സൂപ്പർ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ശബ്ദം, നല്ല കുറെ ഭാഗങ്ങൾ പാടാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചു. താങ്ക് യു. കാരണം അതിന്റെ വരികൾ തന്നെ അതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയാമോ? ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറാണ്. ഇത് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ONV സാറാണ്. പാടിയിരിക്കുന്നത് ചിത്രാമ്മ. സിനിമ അഥർവം. ഈ പാട്ട് എടുക്കുമ്പോൾ ഞാനുണ്ട് അവിടെ പ്രസാദ് സ്റ്റുഡിയോയിൽ ഞാനുണ്ട്. ഞാൻ സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അമ്പിളിക്കലയും നീരും തിരുജടയിൽ അണിയുന്ന തമ്പുരാന്റെ പാതിമെയ്യാം ഭഗവതിയെ തുണയരുളൂ. ഇത് ONV സാറ് എങ്ങനെയാണ് അദ്ദേഹം ഇത് എഴുതിയെന്നുള്ള കാര്യം സത്യം. ഇത് ഞങ്ങൾ താമസിച്ച് ഈരാളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിച്ചത്. അവിടെ കുറേ റൂംസ് ഉണ്ട്.
ഇദ്ദേഹത്തിന് ഈ തക്കിട്ട തക്ക തിമ്മി അത് മാത്രമേ രാജാ സാർ കൊടുത്തിട്ടുള്ളൂ. രാജാ സാറ് ട്യൂൺ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ONV സാർ പറഞ്ഞ് എനിക്കങ്ങനെ അതിൽ എഴുതാൻ പറ്റില്ല, നിങ്ങൾ അതിൻ്റെ മീറ്റർ, അതായത് അതിൻ്റെ തക്കിട്ട ഇത് അതിനകത്ത് പൂവായി വിരിഞ്ഞു എന്ന് ഞാൻ പാടിയിട്ടുണ്ട്. പൂ അത് തക്കിട്ട അതിനകത്ത് അത് കൊടുത്തിട്ട് അത് ഇത്രയും തക്കിടയിൽ വേണം, ഇത്രയും തക്കിടയിൽ വേണം. അതുപോലെ അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ എന്തൊരു മനോഹാരിതയാണ് വരികൾക്ക്. അതുപോലെ തന്നെ രാജാ സാറിൻ്റെ ഇത് കീർത്തി നന്നായിട്ട് പാടി കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതായത് എന്തെല്ലാം കാണിക്ക് അല്ലേ, എന്തെല്ലാം കാണിക്കുന്നുള്ള ആ സ്ഥലങ്ങളൊക്കെ കുറച്ചൊന്നൊരു ആട്ടം വന്നു. അതെനിക്ക് ബേസിക്കായിട്ട് എനിക്ക് തോന്നുന്നു ഇത്തിരി പേടിയുണ്ട്, ഇത്തിരി അല്ല നല്ല പേടിയുണ്ട്. കാരണം ആ തക്ക തിമ്മി എന്നുള്ള ആ ലാസ്റ്റിൽ വന്ന് കറക്റ്റ് ഇതിൽ വേണ്ടി സഭാഷ് ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് 2 മൈക്കും കൂടെ ഒരൊറ്റ പിടി, പിന്നെ അതായത് പേടിച്ചങ്ങ് വിറച്ചുപോയി. പിന്നെ എങ്ങനെയെങ്കിലും ഭംഗിയായിട്ട് തീർക്കണേ ഭഗവാനെ. പക്ഷെ അത് ഈ പേടി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, വെൽ ഡൺ. താങ്ക് യു സർ. ഷാനിക്ക. കീർത്തി എന്ത് സർ? അടിപൊളിയായിരുന്നു കീർത്തി. താങ്ക് യു സർ. ഒരു ടഫ് സോങ് ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു റൗണ്ട് ഡെഫിനറ്റ്ലി ഒരു പേടിപ്പെടുത്തുന്ന റൗണ്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു ചരണം ആലോചിച്ചിട്ട് നിങ്ങൾ അതിന് മുന്നേ ഉള്ള പോർഷൻസ് ഒന്നും നശിപ്പിക്കരുത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് റൗണ്ട് അതാണ്. ആ സ്ഥലത്തുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക, അത്രേ ഉള്ളൂ. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. എന്തോ പാറു, ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അണ്ണാച്ചി മറ്റേ ജൂഡി സാറായിട്ട് കണ്ടക്ടിങ് തുടങ്ങിയ പറ്റത്തിട്ട് ഞാൻ പിന്നെ അതിനെ ഷാനെ കൊണ്ട് പിടിപ്പിച്ച് കയ്യില്. ശരത് സാറാണെങ്കിൽ ഈ റൗണ്ട് തുടങ്ങുമ്പോൾ ഓരോരുത്തരും നോക്കുക ആരെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടോ. നമ്മൾ ഞങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ ഇട്ടുപോകും. നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിയായിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാലും കീർത്തി ആ ഒരു ദൗത്യം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതിൽ ഉറപ്പായിട്ട് വളരെ ടപ്പ് കൃത്യമായിട്ട് നമുക്ക് ഒരു പക്ഷേ ക്ലിക്ക് ചെവിയിൽ ഉണ്ടായാൽ പോലും ഇത്രയും പ്രിസൈസ് ആവത്തില്ല, അത്രയ്ക്ക് കറക്റ്റ്. നൈസ്, വെരി നൈസ്. പിന്നെ നല്ല പാട്ട്. പിന്നെ ഈ പാടിയതിൽ എനിക്ക് എന്താണ് തമ്പുരാട്ടിക്ക് അണിയുവാൻ അത് പാടാമോ? അത് അതെന്താണ്? അത് ഉവായോ? തമ്പുരാട്ടിക്ക് ഉവാന്നോ? ആ, അപ്പൊ അത് കേക്കണം. അതുമല്ല ആ ബെൻഡുണ്ട്, അത് കേക്കട്ടെ. കറുക. ആ, അടുത്തത് എന്തെല്ലാം കാണിക്കാം ചെമ്പഴുക്കാത്താമ്പൂലം. മതി. അതായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉള്ള ഏരിയ. കൃത്യമായിട്ട് അത് കൃത്യമാണ്. നോട്ട്സ് എല്ലാം ഹിറ്റാണ്. എന്ത് ഇതാണെങ്കിലും അപ്പോഴല്ലേ അതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വൈബ് നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ, അത് പറയേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞ പോലെ ONV സാർ അയ്യോ ഒരു നിവൃത്തിയില്ല. അത് എന്തൊക്കെയാലും അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടെടുത്തുകൊണ്ട് വന്ന് മനോഹരമായിട്ട് തന്നെ പാടി. അത് കൃത്യം ഇതിന്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമം പിടിക്കുക എന്നുള്ളതാ. ആഹാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഒരു കാര്യം പറഞ്ഞോട്ടെ? സാർ പറയണം കീർത്തി. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓർക്കസ്ട്ര ടീമിന്റെ ചേട്ടന്മാരെ പറ്റിയിട്ടാണ്. നമ്മള് പ്രശ്നമാണോ? അല്ലല്ല, നല്ല കാര്യം. അപ്പൊ ഇത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ അതില് ക്ലിക്കില് വീഴണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചേട്ടന്മാരാ. അവർക്ക് ശരിയാവത്തുള്ളൂ. അതുകൊണ്ടല്ല, ഭയങ്കര സന്തോഷായിരുന്നു പാച്ചു ചേട്ടനൊക്കെ. അണ്ണാച്ചി ഞാൻ നോക്കിയപ്പോ ഈ പാച്ചു അണ്ണാച്ചി അവിടെ നിന്നുണ്ട് ഇതേ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ. രാജേഷ് ആണെങ്കിൽ തള്ളവിരലുകൊണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു, താഴെ അടിച്ചിട്ട്. ഇല്ല, ഇത് എന്താണ്, ഞങ്ങള് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങള് എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ എത്തുമ്പോ തിരിഞ്ഞു നിൽക്കാൻ പറയും നമ്മളോട്. എന്തിനാ? അവര് താളം
നോക്കുന്ന ഓ അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവരെ എല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആരൊക്കെ തലകുത്തി വീണു, അവരെങ്ങനെയുണ്ട്. സത്യം അല്ലെ, പാച്ചു പറഞ്ഞു ഇത് വർക്കൗട്ട് ആവുമോ എന്ന് അറിഞ്ഞുകൂടാ സാർ എന്ന് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് പാച്ചേട്ടാ മൈക്ക് സാറ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് വർക്കൗട്ട് ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ചാൻസ് കുറവാണ്. അപ്പൊ ഞാൻ എനിക്കറിയാം പറഞ്ഞു വർക്കൗട്ട്. ഞാൻ പറഞ്ഞ വർക്കൗട്ട് ആവും, ഇത് വർക്കൗട്ട് ആവാതിരിക്കാൻ എന്താണ് സാറിന്. അതാണ് എനിക്ക് പാച്ചു എൻ്റെ അടുത്ത് പറഞ്ഞ, ഞങ്ങൾക്ക് ക്ലിക്ക് വരണം, മറ്റേത് ഇത് കേൾക്കാതാക്കണം. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് അവർക്ക് ഓക്കെ ആണെന്നുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു പ്രശ്നം. കാരണം ഇപ്പൊ ഇന്നേഴ്സ് ഉണ്ടല്ലോ, പ്രാക്ടീസ് സ്ഥലത്ത് മോണിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്ലിക്ക് നമ്മൾ എങ്ങനെ കേൾക്കും? നമ്മൾ മാത്രമല്ലേ കേൾക്കാവൂ, പാടുന്ന ആള് ഫ്രണ്ടിലുണ്ട്. അപ്പൊ പാടുന്ന ആളുടെ അടുത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. അപ്പോഴും ക്ലിക്ക് കേൾക്കില്ലേ? ക്ലിക്ക് കേൾക്കില്ല. ക്ലിക്ക് അല്ല, ജോണന്റെ ഇന്നേഴ്സിൽ ഒരു ഇന്നേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഹെഡ്ഫോൺ. അതിൽ കൊടുത്തിട്ട് പുള്ളി നമ്മൾ ബാക്കി 9 പേര് കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കും. അല്ല, ഇത് ഇത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നെ വിളിച്ചത് പറഞ്ഞു തരായിരുന്നു. അടുത്തുള്ള ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങ് വന്നാൽ മതി. സോറി, ഞാൻ ഇറങ്ങും. അയ്യോ, ഒരു പാട്ടും പാടിയിട്ട് ഇത്രയും പേര്. അഞ്ജലി പറഞ്ഞു. ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യട്ടെ. കീർത്തി, എന്തോ ചേച്ചി കീർത്തി സുന്ദരിയായിട്ടുണ്ട്. അത് പറയട്ടെ, താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാന്. നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. മനോഹരമായ ഒരു പാട്ട്. ആഹാ, സൂപ്പർ സെലക്ഷൻ. താങ്ക് യു. അതിന് ഒരു വലിയ കയ്യടി. പിന്നെ ഇതിന്റെ ക്രിയേറ്റേഴ്സ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും ഒരു പ്രണാമം ഈ ഒരു അവസരത്തിൽ. അസലായിട്ട് മോള് പാടുകയും ചെയ്തു, മോള് കൃത്യമായിട്ട് ആ സമത്തിൽ വന്ന് പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ശരിക്കും അത് നല്ലൊരു ബാങ് ഓൺ ആയിരുന്നു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നിയത് അനുപല്ലവി ആയപ്പോഴത്തേക്കും, ചരണമായപ്പോഴത്തേക്കും കുറച്ച് വോയിസിലൊരു സ്ട്രെയിൻ വരുന്നുണ്ട് എവിടെയോ. അതൊന്ന് ശ്രദ്ധിക്കണം. ആ സ്ട്രെയിൻ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റുക. കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള പാട്ടും പാടണമല്ലോ. മോൾക്ക് ആ വേറൊരു സ്റ്റൈൽ സിംഗിങ് ആണ് ഇഷ്ടം എന്നറിയാം. പക്ഷെ എന്നാലും നമുക്ക് എല്ലാ പാട്ടുകൾ പാടുമ്പോഴും നമ്മുടെ വോയിസ് അതിനനുസരിച്ച് വഴങ്ങണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അതല്ലാതെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, നന്നായിരുന്നു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ. ഷാനിക. കീർത്തി എന്തോ 9.3. ശരത് സർ. കീർത്തി എന്തോ സർ 9.1. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. കീർത്തി മോള് പാടിയ സമമൊക്കെ ഓക്കെ, എല്ലാം വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് ആയിരുന്നു. എന്നാലും എനിക്ക് ചില സ്ഥലങ്ങൾ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് തോന്നി. സോ ഐ ഗിവ് യു 9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. MG സർ. അണ്ണൻ എന്തോന്നണ്ണ മടക്കി കുടുക്കയിലേക്ക്. ഓക്കെ. ആഹാ, സോ ടോട്ടൽ 27.4. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ.